പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മലബാറിലെ ട്രെയിനിൻ്റെ അസൗകര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് തുടർച്ചയായിട്ട് വാർത്ത നൽകി. അതിൽ ചില ഫലങ്ങളുണ്ടായി. ഒരു തീവണ്ടി ഓടിച്ചു, കൂടുതൽ സർവീസുകൾ അവിടേക്ക് വന്നു. മാത്രവുമല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പല തീവണ്ടികൾക്കും കൂട്ടുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു പരാതി കൂടി എത്തുന്നുണ്ട് യാത്രക്കാരുടെ. പാലരുവിക്കും വേണാടിനുമിടയിൽ ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ യാത്രക്കാരുടെ പ്രതിഷേധമാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, ഇവരെവിടെയാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് ആവശ്യം? അരുൺകുമാർ, ഇപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. പാലരുവി എക്സ്പ്രസ് അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി കടന്നുപോയത്. ഈ പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിഷേധിക്കുന്നത്. യാത്രാക്ലേശം രൂക്ഷമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. പ്രത്യേകിച്ച് ഈ എറണാകുളം ഭാഗത്തേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് രാവിലെ സ്ഥിരം യാത്രക്കാർക്കടക്കം എത്തേണ്ടതുണ്ട്. പക്ഷേ വലിയ തിരക്കാണ് അവർ സ്ഥിരമായി ആശ്രയിക്കുന്ന പാലരുവി എക്സ്പ്രസിലും മറ്റും ഉണ്ടാകുന്നത്. ആവശ്യത്തിന് കോച്ചുകളില്ല. മാത്രമല്ല, പാലരുവി എക്സ്പ്രസിനും വേണാടിനും ഇടയിൽ മറ്റേ ഒരു മെമു ട്രെയിൻ ഏർപ്പെടുത്തണം, ലേഡീസ് കമ്പാർട്ട്മെന്റ് സ്ഥിരമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? പ്രധാനമായിട്ട് പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു പാസഞ്ചർ ട്രെയിനും കൂടി വേണം. കാരണം നാളുകളായി നല്ല തിരക്കാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ സ്ഥിരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളത്തെ സൗത്തിലേക്ക് എറണാകുളം ജംഗ്ഷനിലെത്തുന്ന ഒരു പാസഞ്ചർ ട്രെയിനും കൂടി യാത്രക്കാർക്ക് ഏറെ ആവശ്യമാണ്. പാലരുവിയിലെ തിരക്കാണ് അതിനുള്ള ഏറ്റവും പ്രധാന കാരണം. അതുപോലെ 9:15 ആ വണ്ടി എറണാകുളം ജംഗ്ഷനിലെത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 5:40 ട്രെയിനായിരിക്കണം അത്. അതോടൊപ്പം യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് യാത്രാക്ലേശം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എറണാകുളം ഭാഗത്തേക്ക് ഈ കൊല്ലം ജില്ലയിൽ നിന്ന് അടക്കമുള്ള യാത്രക്കാർ നിരവധി പേർ സ്ഥിരമായി വന്നു പോകുന്നുണ്ട്. ഇവർക്ക് ഇവിടെ കൃത്യം സമയത്ത് വേണ്ടതെന്നാണ് ആവശ്യപ്പെടുന്നത്. എവിടെ മുതൽ എങ്ങോട്ടേക്കാണ് പാസഞ്ചർ ട്രെയിൻ വേണ്ടത്? കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളം ജംഗ്ഷനിലേക്കാണ് ഇനി വേണ്ട ട്രെയിൻ. അത് ഇപ്പോൾ നിലവിലുള്ള ഈ പാലരുവിക്ക് ശേഷം എറണാകുളം ജംഗ്ഷനിൽ 9:15 എത്തത്തക്ക രീതിയിൽ ആയിരിക്കണമെന്നുള്ളതാണ്. 8 മണിക്ക് കോട്ടയത്തെത്തുക, പാലരുവിക്ക് ശേഷം കൊല്ലത്തുനിന്ന് പുറപ്പെടുക. അത് സൗകര്യപ്രദമായ സമയം അതിനുണ്ട്. അത് റെയിൽവേ ഞങ്ങൾ 2 വർഷക്കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള റെയിൽവേ അധികാരികളോട്, പ്രധാനമന്ത്രിയോടും റെയിൽവേ മന്ത്രാലയത്തോടും എല്ലാം ആവശ്യപ്പെട്ടപ്പോൾ നിലവിൽ ഈ കൊല്ലം ജില്ലയിൽ നടക്കമുള്ള യാത്രക്കാർ ഈ പാലരുവിയിൽ വരാൻ കഴിയാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണ്? വേണാട് മാത്രമാണുള്ളത്. വേണാട് മാത്രമാണുള്ളത്. അതുകൊണ്ട് പാലരുവി കിട്ടാത്തവർക്കും പാലരുവിയിലെ അസാധാരണമായ തിരക്കും പരിഗണിച്ച് പാലരുവിക്ക് ശേഷം എറണാകുളം ജംഗ്ഷനിലെത്തുന്ന ഒരു ട്രെയിൻ കൂടി വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത്തരത്തിൽ സ്ത്രീ യാത്രക്കാർക്കും നിരവധി പ്രശ്നങ്ങളുണ്ട്. ചേച്ചി, എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എല്ലാ ബോഗിയിലും വളരെയധികം തിരക്കുകളാണ്. ഇപ്പൊ ഈ പർട്ടിക്കുലർ വിഷയം എന്ന് പറയുന്നത് പാലരുവി മുളന്തുരുത്തിയില് വന്ദേഭാരത് മുളന്തുരുത്തിയിൽ 25 മിനിറ്റോളം പിടിച്ചിടുന്നു എന്നുള്ളതൊരു വിഷയമാണ്. അത് മാത്രമല്ല, സ്ത്രീ യാത്രക്കാർക്ക് ചെറിയൊരു ബോഗിയാണ്, 2 സീറ്റുകൾ മാത്രമേ ഉള്ള ഒരു കൂപ്പ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ സാർ അറിയാലോ. അപ്പൊ ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു വനിത തളർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അവരെ മുളന്തുരുത്തിയിൽ വെച്ച് അവർക്ക് ശുശ്രൂഷ കൊടുത്തു. പിന്നെ തൃപ്പൂണിത്തുറയിൽ വെച്ച് അവരെ ഇറക്കി വിടേണ്ടി വന്നു. അപ്പൊ ഇത് നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള വിഷയമാണ്. നിരന്തരം ഇത് ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടെ വിഷയം നമ്മുടെ ഈ പ്രതിഷേധിക്കുന്നവരോട് ചോദിക്കൂ, എപ്പോഴാണ് എത്തുന്നത്? 8 മണിക്ക് ശേഷം ഏതൊക്കെ വണ്ടികളാണ് ഉള്ളത് എന്ന് ചോദിക്കൂ. എത്ര ഗ്യാപ്പിലാണ് ഇപ്പോൾ തീവണ്ടി ഓടുന്നത്?
ഇപ്പൊ നിലവിൽ കൊല്ലം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ സമയക്രമം എങ്ങനെയാണ്? ഏതൊക്കെ സമയത്താണ് ഇവിടെ എത്തുന്നത്? കൊല്ലത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് വേണാട് എക്സ്പ്രസ് ആണ്. അത് വരുമ്പോഴത്തേനും ഇവിടെ ഓഫീസ് സമയം അതിക്രമിച്ചിരിക്കും. അതിന് മുമ്പുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പാലരുവിയാണ്. പാലരുവി വേണാട് നമ്മളുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 2 മണിക്കൂറിലധികം ഉണ്ട്. അപ്പോൾ അത്ര അധികം ആൾക്കാർ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. പാലരുവി എക്സ്പ്രസ് 8:40 എറണാകുളത്തെത്തും. അത് കോട്ടയത്തുനിന്ന് പോരുന്നതാണ്. കാരണം മുളന്തൂരിൽ 25 മിനിറ്റ് പിടിച്ചിടുന്നുണ്ട്. കോട്ടയത്തുനിന്ന് 7 മണിക്ക് പുറപ്പെടുന്ന പാലരുവിക്കും അതിനുശേഷം 9 മണിക്ക് അടുത്ത് പുറപ്പെടുന്ന വേണാട് നമ്മൾ 2 മണിക്കൂർ അന്തരമുണ്ട്. ഈ ജനങ്ങളെ നോക്കിയാൽ മതി. ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. വേണാട് എത്ര മണിക്കാണ് ഇവിടെ എത്തുന്നത്? വേണാട് ഇവിടെ എത്തുമ്പോൾ 10 മണി കഴിയും. 10 മണി ഓഫീസ് പോകേണ്ടവർക്ക് കഴിയില്ല. 10 മണിക്ക് എത്തി ആർക്കും ഓഫീസിലെത്താൻ പറ്റത്തില്ല. ഇവിടുന്ന് പിന്നെ യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുമാനത്തിന് ഒരു കുറവില്ല. കോട്ടയം എറണാകുളം റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരും വരുമാനമുള്ളത്. ഈ ഗ്യാപ്പിനിടയിൽ ഇത്രയും ആൾക്കാർക്ക് പാലരുവിൽ ഇന്നിപ്പം 3-4 പേര് തലകറങ്ങി വീഴുകയുണ്ടായി. തലകറങ്ങിയിട്ട് അവർക്ക് തിരിച്ചു കയറാതെ ഓപ്ഷൻ ഇല്ല. കാരണം വേറെ വണ്ടിയില്ല 2 മണിക്കൂർ ഗ്യാപ്പിൽ. അതുകൊണ്ട് ഇപ്പം ഇന്ന് ഗാർഡ് റൂം തുറന്നു കൊടുത്തു, ഇന്ന് ഡിസേബിൾഡ് കോച്ച് തുറന്നു കൊടുത്തു. ഇതിവിടെ സ്ഥിരം ഇതാണ്. ഇപ്പം നമ്മളൊക്കെ ഈ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഫോണോട് ബഹളമാണ്. പിറവത്തുനിന്ന് വിളിക്കുന്നു, വൈക്കത്തുനിന്ന് വിളിക്കുന്നു, ആൾക്കാർ ബോധം കെട്ടു. തൃപ്പൂണിത്തുറയിൽ മെഡിക്കൽ എമർജൻസി ഉണ്ട്. ഇവിടെ നമ്മളാണ് സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചു വരുത്തി. ഓരോ സ്റ്റേഷനിലും നമ്മളാണ് ഈ പറയുന്ന പോലെ ആംബുലൻസ് സൗകര്യം അറേഞ്ച് ചെയ്ത് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഓഫീസിൽ പോകാതെ തന്നെ അവരെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം കോട്ടയം വിട്ട് കഴിഞ്ഞാൽ എറണാകുളത്തെ ഉള്ളൂ RPF-ന്റെ സഹായം. 8:45 എത്തുന്ന ഈ പാലരുവിക്കും 10 മണിയോടെ എത്തുന്ന വേണാടിനും ഇടയിൽ ഒരു പാസഞ്ചർ ട്രെയിൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. തീർച്ചയായും അത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടാതെ പാലരുവി എക്സ്പ്രസിന് 4 കോച്ച് അഡീഷണൽ ഇപ്പം 14 പോയുള്ളൂ. അതിനകത്ത് 4 റിസർവേഷനാണ്. ബാക്കി 10 ഇത്ര കൊണ്ട് ആൾക്കാരെ തിരുനെല്വേലിയിൽ മുതൽ കൊണ്ടുവരാനുള്ള ഈ ഒറ്റ 10 ബോഗിയുള്ളൂ ജനറൽ കമ്പാർട്ട്മെന്റ്. അതിന് 4 കോച്ച് അഡീഷണൽ ആഡ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കൽ ഇഷ്യൂസും കഴിഞ്ഞതാണ്. ഇതുവരെ അവർ നടപ്പിലാക്കിയിട്ടില്ല. ആ 4 കോച്ച് എക്സ്ട്രാ വന്ന അത്രയും കൂടി റിലാക്സേഷൻ കിട്ടും. നമുക്ക് അർജുൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. പാലരുവിക്ക് ഒരു 3-4 കമ്പാർട്ട്മെന്റുകൾ കൂടി ജനറൽ കാറ്റഗറി ഉൾപ്പെടുത്തുക എന്നതാണ് കാര്യം. അതൊരു ഡേ എക്സ്പ്രസ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആവശ്യമുണ്ട്. ഈ യാത്രക്കാരുടെ ആവശ്യം ന്യായമാണ് എന്ന് പ്രേക്ഷകർക്കും ബോധ്യമായല്ലോ. 7 മണിക്കാണ് കോട്ടയത്ത് നിന്നും ഈ പാലരുവി എക്സ്പ്രസ് യാത്ര പുറപ്പെടുന്നത്. 9 മണിക്കാണ് വേണാട് എക്സ്പ്രസ്. 7-നും 9-നും ഇടയിൽ 2 മണിക്കൂർ ഗ്യാപ്പുണ്ട്. ഓഫീസ് ടൈമാണ്. തീർച്ചയായും കൊച്ചിയിലെത്താനുള്ളവർക്ക് കോട്ടയം മുതൽ എറണാകുളം വരെ സഞ്ചരിക്കാൻ, അഥവാ കായംകുളം മുതൽ എറണാകുളം വരെ സഞ്ചരിക്കാൻ ഒരു എക്സ്പ്രസ് ട്രെയിൻ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പാസഞ്ചർ ട്രെയിനാണ് അവർക്ക് ആവശ്യമുള്ളത്. അവരുടെ ആവശ്യം ന്യായമാണ്. സർക്കാർ ഇത് പരിഗണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ പാലരുവിയുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ്. തീർച്ചയായും റിപ്പോർട്ടർ TV അതിൻ്റെ ഫോളോ അപ്പ് ഏറ്റെടുക്കുന്നുണ്ട്. അർജുൻ, നമുക്ക് ഈ വിഷയം കേരളത്തിൽ ഈ പാസഞ്ചേഴ്സിൻ്റെ ചുമതലയുള്ള മന്ത്രിയോടും ഒപ്പം തന്നെ പാസഞ്ചേഴ്സിൻ്റെ ഭാരവാഹികളോടും പറയാവുന്നതാണ്. സതേൺ റേഡിയോയോടും ഈ കാര്യം റിപ്പോർട്ടർ TV തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കും. നമുക്ക് ഈ വാർത്തയുടെ